സീറ്റുകളെ നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് ഹരിയാനയിലെ ചിത്രമെങ്കിൽ ജമ്മു കാശ്മീരിൽ കാര്യങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. കോൺഗ്രസ് NC സഖ്യം, ഇന്ത്യ സഖ്യം 53 സീറ്റുകൾ എന്ന സേഫ് സോണിലൂടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BJPക്ക് 25 സീറ്റുകളിൽ മാത്രമാണ് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതിപ്പോഴും ജമ്മു മേഖലകളിൽ നിന്ന് തന്നെയാണ്. മറ്റുള്ളവർ 9 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. PDP 4 സീറ്റുകളിൽ ആയിരുന്നു ലീഡ് പുലർത്തിയിരുന്നത് എങ്കിൽ ഇപ്പോഴത് 3ലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സർക്കാർ രൂപീകരണത്തിന് PDPയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ സഹായം തേടേണ്ടി വരുന്നില്ല ഇന്ത്യ സഖ്യത്തിന് എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഇന്ത്യ സഖ്യത്തിന്റെ ടാലി പരിശോധിക്കുമ്പോൾ നാഷണൽ കോൺഫറൻസ് ആണ് 41 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നത്. കോൺഗ്രസ് 11 സീറ്റുകളിൽ, CPIMന്റെ യൂസഫ് തരിഗാമി വിജയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇന്ത്യ സഖ്യം ഇതാ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു. അവിടെ ഒരു തന്ത്രങ്ങളും BJPക്ക് ഒരു തന്ത്രങ്ങൾക്കുമുള്ള സാധ്യത പോലും ജമ്മു കാശ്മീരിൽ ഇനി ഒരു രാഷ്ട്രീയ കരുനീക്കത്തിനും സാധ്യതയില്ല. ഇന്ത്യ സഖ്യം വ്യക്തമായി തന്നെ 53 എന്ന് പറയുമ്പോൾ വ്യക്തമായ ലീഡ് നിലയാണ്. 53 സീറ്റുകളിൽ ലീഡ് ഇന്ത്യ സഖ്യത്തിന്. BJP കഴിഞ്ഞ തവണത്തെ പോലെ 25 തന്നെ ഒതുങ്ങുകയാണ്. അത് ജമ്മുവിൽ നിന്നാണ് മുഴുവൻ സീറ്റുകളും 25 സീറ്റും BJPക്ക് കിട്ടുന്നത്. മറ്റുള്ളവർ 9. PDP വെറും 3 സീറ്റിലേക്ക് ഒതുങ്ങുകയാണ്. ഇൽത്തിജ മുഫ്തി പരാജയം സമ്മതിച്ചിരിക്കുന്നു. വലിയ തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് PDP നേതാവ് പറയുകയാണ്. അങ്ങനെ PDP ചിത്രത്തിലേ ഇല്ല. അവർക്കൊരു രാഷ്ട്രീയ നീക്കവും നടത്തുവാനുള്ള പ്രാപ്തിയും ഇത്തവണയില്ല. 53 എന്നുള്ളത് വലിയ സംഖ്യയാണ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന്. ഇന്ത്യ സഖ്യത്തിൽ നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നു. ജമ്മു കാശ്മീരിലെ 42 സീറ്റുകളിൽ ഇപ്പോഴും 44 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. 8 സീറ്റുകളിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. ഒരു സീറ്റിൽ CPMും ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 53 എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആകെ ടാലി. BJP ഒറ്റയ്ക്ക് 25 സീറ്റുകളിൽ ലീഡ്. മറ്റുള്ളവർ സ്വതന്ത്രരാണ്, 9 സീറ്റുകളിൽ ലീഡ്. PDP 3 എന്നുള്ളതാണ്. ഇനി ഹരിയാനയിലേക്ക് വരാം. ഇപ്പോഴും 49 സീറ്റുകളിൽ ലീഡുണ്ട് BJPക്ക്. 49 കൃത്യമാണ്. അതുപോലെ തന്നെ ഇതിൽ മിക്കയിടത്തും ഇനി അവസാന റൗണ്ടുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കോൺഗ്രസ് 35 ഇപ്പോഴും 4 സീറ്റുകളിൽ സ്വതന്ത്രരാണ്. ഈ 4 പേരും ഏതാണ്ട് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ 2 പേർ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പോയവരാണ്, 2 പേർ BJPയിൽ നിന്നും. അതിനാൽ തന്നെ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും 1-2 അംഗങ്ങളുടെ കുറവുണ്ടെങ്കിൽ ഇവരുടെ നിലപാട് നിർണായകമാകും. പക്ഷേ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ച് സ്വതന്ത്രർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. INLD 1 സീറ്റിലും സഖ്യകക്ഷിയായ BSP 1 സീറ്റിലും. അങ്ങനെ BSP പ്ലസ് എന്നുള്ളത് 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ ഡേറ്റയിൽ ഇപ്പോൾ വരുന്ന ട്രെൻഡിൽ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി കോൺഗ്രസിൽ നിന്ന് ഉണ്ടാവുകയാണ്. ജയറാം രമേശാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ പക്ഷേ ഈ വെബ്സൈറ്റിൽ കാര്യങ്ങൾ കൃത്യമായി പോകുന്നില്ല എന്നുള്ള കാര്യം നേരത്തെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കോൺഗ്രസ് ഉന്നയിച്ച പരാതിയാണ്. പക്ഷേ അതിൽ വലിയ കാര്യമില്ലല്ലോ. കൃത്യമായ ട്രെൻഡും കൃത്യമായ കണക്കും ഞങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് കോൺഗ്രസിന് എന്താണ് അങ്ങനെ ഒരു പരാതി എന്ന് മനസ്സിലാവുന്നില്ല. അല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ വലിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് ഒരുപക്ഷെ ഇത് പറയുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് അപ്ഡേഷൻ നടക്കുന്നത് എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ഇതിലൊരു ട്രെൻഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതവിടെ വളരെ വ്യക്തമാണ്. തുടക്കത്തിൽ തന്നെ അതേസമയം BJPക്ക് തിരിച്ചടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പതുക്കെ കാര്യങ്ങൾ മാറി വരികയും അതേപോലെ തന്നെ ഇപ്പോൾ വ്യക്തമായി കാണുന്ന തരത്തിലേക്ക്, അതായത് നാഷണൽ ലെവലിലുള്ള എല്ലാ ചാനലുകളും എല്ലാവരും അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് വിവരം ലഭിക്കുന്ന എല്ലാവർക്കും ഏകദേശം ഒരേ കണക്കുകളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു അത്തരത്തിലൊരു സംശയം ഇപ്പോൾ മുന്നോട്ട് വെക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണിത്. കാരണം അത് പൂർണ്ണമായും പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകളെല്ലാം ഇത്തരത്തിൽ അനുകൂലമായിട്ട് ഏകകണ്ഠമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നിട്ട് എത്രയോ കാലങ്ങളായി. അത് അങ്ങനൊരു സാഹചര്യമുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് BJP. ഹരിയാനയിൽ 10 വർഷത്തിന് ശേഷം ഒരു സർക്കാർ ഉണ്ടാവുക, തുടർച്ചയായിട്ട് ഉണ്ടാവുക എന്നുള്ളൊരു മുൻപ് ഉണ്ടായിട്ടുള്ളൊരു ചരിത്രത്തിലേ ഇല്ല, ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല സർക്കാരിനെതിരെ വലിയ ജനവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളൊരു പ്രചരണവും നാട്ടിലുണ്ടായിരുന്നു. പലയിടത്തും റിപ്പോർട്ടർമാരോട് ജനങ്ങൾ അത് പറഞ്ഞിരുന്നു. BJP ജായേഗ കോൺഗ്രസ്
ആയേഗ എന്നുള്ളൊരു ഒരു പ്രചരണം പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതേപോലെ ഈ JJPയും INLDയുമായിട്ട് നേരത്തെ നിന്നിരുന്ന പഴയ ജാട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി അവിടെ നിന്ന് മാറുകയും ഇതൊരു ഇരുപക്ഷത്തിലുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കോൺഗ്രസ് BJP ഫൈറ്റ് മാത്രമായിട്ട് മാറുകയും ചെയ്തു. മറ്റ് ചെറിയ കക്ഷികൾക്കൊന്നും പ്രസക്തിയില്ലാത്ത വിധത്തിൽ ഹരിയാനയിലെ രാഷ്ട്രീയം പൂർണ്ണമായും കോൺഗ്രസ് BJP രാഷ്ട്രീയമായപ്പോൾ നേരത്തെ നല്ല അത്യാവശ്യം വോട്ട് പെർസെൻറ്റേജ് വാങ്ങിച്ച് ഏതാണ്ട് 15-20% വോട്ട് വാങ്ങിയിട്ട് നിൽക്കുന്ന ഈ INLDയോ അല്ലെങ്കിൽ JJPയോ പോലെയുള്ള പാർട്ടികൾക്ക് അവരുടെ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും അത് വന്നത്. അതിലൊരു വലിയ വിഭാഗം പൂർണ്ണമായും BJPക്ക് അനുകൂലമായിട്ട് മാറി എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട്. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം, വോട്ട് ഷെയർ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അപ്രതീക്ഷിതമായി കൂടുതൽ വോട്ട് BJPക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അത് ഈ INLD JJP സഖ്യത്തിൽ അല്ലെങ്കിൽ സഖ്യമല്ല ആ പാർട്ടികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ പാർട്ടികളുടെ പ്രസക്തി ഇല്ലാതായതോടുകൂടി ആ പാർട്ടികളിൽ നിന്നുള്ള വോട്ടുകൾ BJPക്ക് അനുകൂലമായിട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ OBC വോട്ടുകളുടെ കൺസോളിഡേഷൻ അത് സൈനിയുടെ ഉണ്ടാക്കാനായിട്ട് സൈനിക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഗുജ്ജർ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്, ഒരു അപ്പർ കാസ്റ്റ് വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വേണം നമുക്കിപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ വരുന്ന റിസൾട്ടിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കൂടുതലായിട്ട് നമുക്ക് ഓരോ മണ്ഡലവും എടുത്ത് പരിശോധിച്ച് നോക്കിയതിന് ശേഷവും പാറ്റേൺ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തായാലും കണക്കുകൂട്ടലുകൾ കോൺഗ്രസിന് പിഴച്ചുപോയി. BJPയുടെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് വളരെ വീണ്ടും ഒരിക്കൽ കൂടി അവർ ഗംഭീരമായി ചെയ്തു എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം. ശരിയാണ്. സംശയം